ഹലോ ഹലോ നരൻ. സ്പീക്കിംഗ്. ഞാൻ പ്രശാന്ത. പ്രശാന്ത? ഏത് പ്രശാന്ത്? അഞ്ജലിയുടെ ഫ്രണ്ട്. ആ, അഞ്ജലിയുടെ ഫ്രണ്ടാ? ഞാൻ ഓർക്കുന്നു. ടെൽ മീ. ഞങ്ങളൊന്ന് അങ്ങോട്ട് വന്നോട്ടെ? അയ്യോ വേണ്ട, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്ക. അവിടെ wait ചെയ്യാം. അല്ലല്ല, ഞാൻ 2 മണി വരെ ആ, ബിസിയാണ്. 2 മണിക്ക് ശേഷം കാണാം. ഓക്കെ, അതെ ആണോ? ഞങ്ങൾ ഒമേഗയിൽ അല്ലല്ല, ഓക്കെ ശരി. അയ്യോ എടാ അൻ്റെപ്പാ, അഞ്ജലിയുടെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരണമെന്ന്, ഞാനെന്ത് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ. അണ്ണന് വേറെ പണിയൊന്നുമില്ലേ? കുറെ നാളല്ല വാണാല് പോലത്തെ പെണ്ണിന്റെ പുറകെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് പോവാൻ പറയണ. അഞ്ജലി അവളുടെ ഒടുക്കത്തൊരു ജാടെ. അണ്ണൻ വിചാരിച്ചതല്ല ബെസ്റ്റാം ക്ലാസ് പെമ്പിളേരെ കിട്ടും നാട്ടില്. എന്റെ പുറകെ തന്നെ എത്തണം. അത് കിട്ടും, പക്ഷെ അഞ്ജലി കിട്ടില്ലല്ലോ. അവൾ എന്റെയാടാ. എത്രയോ ജന്മങ്ങളായിട്ട് അവൾ എന്റേതായിരുന്നു എന്നൊരു തോന്നൽ. എന്നാ പിന്നെ ചെയ്തോട്. എടാ, കള്ള സർട്ടിഫിക്കറ്റും വ്യാജസീലും ഉണ്ടാക്കാനല്ല അവർ വരുന്നത്. പിന്നെ എന്തോ റെക്കമെൻഡേഷനാ. ഞാൻ ഇതിന്റെ മേളിലുള്ള ഒമേഗ കൺസൾട്ടൻസിയുടെ മാനേജർ ഒന്ന് പറയുകയും ചെയ്തു. അത്രയുള്ള ചുമ ഫേസ് ചെയ്യണ്ട. മൊട്ടണ്ണന്റെ കഷത്തിലല്ലേ ഇരിക്കണ? എന്ത്? അല്ല, മൊട്ടത്തിലെ മാനേജർ അണ്ണന്റെ കഷത്തിലല്ലേ ഇരിക്കണ? എന്ന് പൊക്കുന്നു പൊക്കല്ലേ? പിന്നെ എടാ, എന്താ എന്റെ പേര്? അല്ലടാ, അഞ്ജലിയോട് ഞാൻ പറഞ്ഞിരിക്കുന്ന പേരെന്താന്ന് എന്തെങ്കിലും നോക്കി. നരേന്ദ്രൻ എന്നാണോ നരൻ എന്നാണോ? ഒന്ന് വേഗം നോക്കണം. അഞ്ജലി നരൻ. ഓക്കെ, നീ ചായ കുടിച്ചു. അണ്ണൻ ചായ കുടിക്കണ്ടേ? കുടിച്ചോടാ, മാസിലങ്ങോട്ട് പോകട്ടെ. വെറുതെ തുപ്പുണ്ടായിരുന്നു. ചേട്ടാ അവിടെ ചായ അല്ലേ? മാറുന്ന പ്രശ്നമില്ല. ഒരു 10 മിനിറ്റ് സീറ്റ് മാറില്ല. ഇല്ല, മാറണ്ട. എന്താ തനി കാണിക്കണേ? ഞാൻ 3-4 ദിവസം കഷ്ടപ്പെട്ട് ഡൽഹിക്കാക്കാൻ ഉണ്ടാക്കി വെച്ച റിപ്പോർട്ടായത്. ഓക്കെ, എന്താ ഇതിന്റെ കളറ്? ചുമല. ഓ, ചുമല്ല. കോട്ട് സൂട്ട് ഇട്ടിരുന്നിട്ട് ചുമല്ല. അപ്പൊ ഇതിന്റെ കളറോ? അത് വെള്ള. വെള്ള. അപ്പൊ ഇതോ? നീല. നീല. ചുമല കണ്ട പച്ച, പച്ച കണ്ട നീല, ഓറഞ്ച് കണ്ട സബർജില്ലേ? സാർ ഇങ്ങോട്ട് മാറും മൊട്ട സാർ? ഇല്ല ഇല്ല. അപ്പൊ ഞാനെന്നാ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാം. എന്ത് സത്യം? അല്ല, സാറിന് പച്ച മഞ്ഞ നീലം തിരിച്ചറിയുന്നില്ല എന്നുള്ള സത്യം. കളർ ബ്ലൈൻഡ്നെസ് ഉള്ള സാറിന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് വ്യാജമാണെന്നുള്ള സത്യം. അതുണ്ടാക്കി തന്നെ ഞാനാണെന്നുള്ള സത്യം. ചതി, വഞ്ചന, വ്യാജരേഖ, കോടതി, അതിന് പുറകെ കോമ്പൻസേഷൻ, ഇരുമ്പഴി, ഗോതമ്പുട്ട, അങ്ങനെ സത്യം പറ. നിനക്കെന്താ വേണ്ടത്? മനസ്സിലാകണ ഭാഷ പറ. സത്യ വായ മൂക്ക് പൊത്തി പിടിച്ചിട്ട് മനസ്സിലാവേണ്ട ഭാഷയിൽ പറയും സത്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ശരി, എന്താ വേണ്ടത് നീ പറ. സാറിന്റെ ഈ കോട്ടും ടൈയും മാനേജറായിട്ട് കറങ്ങും നീ കസേര. ഓക്കെ. ഹലോ, നിന്റെ ആൾക്കാരാ? വരാൻ പറയൂ. നേരത്തെ ഒരു കറവക്കാരന്റെ ലുക്ക് ആയിരുന്നല്ലോ സാറേ, ഇപ്പൊ മാറിയല്ലേ? മാറി. ഇപ്പൊ കറവക്കാരൻ കോട്ടിട്ട പോലെ. May I come in, sir? Yes, come in. No more explanation. Don't ever come in front of me with such lame excuses. You understand? Please. You are supposed to finish this job before the deadline. If we are not succeeding in it, you will not enter the premises of this office. Did you get me? Hey man, did you get me? Yes sir. Hey yes sir. What sir? You bullshit. Your grandpa's manga to go to hell. I am the boss of this office. What are you doing, man? You get lost. Oh God, this man is making me crazy, you know. Oh sorry guys, വീട്ടിലെ കറവക്കാരന്റെ മോന് ജോലി കൊടുത്തതാണ്. എന്ത് ചെയ്യാൻ? Now he's making me mad, guys. Oh my God. Sorry. Then tell me, what can I do for you? എന്താ സർ കോട്ടുണ്ടായി ഒരു കോറിഡോറിൽ നിൽക്കുന്നത്? അകത്ത് ഭയങ്കര ചൂട്. പിന്നെ സുനിതയ്ക്ക് ഓറഞ്ച് ചുരിദാർ നന്നായിട്ട് ചേരുന്നു. സത്യം.